എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് നീങ്ങുകയാണ് BJP. പല തന്ത്രങ്ങൾ മെനഞ്ഞും NDAയുടെ ശക്തി വർദ്ധിപ്പിച്ചും കരുത്തു കാട്ടാൻ വേണ്ടി 2020 അടക്കമുള്ള പാർട്ടികളെ കൂടെ ചേർത്ത് നിർത്തി വലിയൊരു കരുനീക്കം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP തീർക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് അഖിൽ മാരാർ കിറ്റക് സാബുവുമായി നടത്തിയ നീക്കത്തിലൂടെ NDAയിലേക്ക് രംഗപ്രവേശം ചെയ്ത ആ ഒരു വിഷയത്തെ നോക്കിക്കാണാം. ഈ മാസം 28-ന് മുന്നേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായേക്കും. BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന 20 മുതൽ 30ഓളം മണ്ഡലങ്ങൾ, അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. അതിൽ A ക്ലാസ് സ്ഥാനാർത്ഥികളടക്കം ഉൾപ്പെടുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യ വാരത്തോടുകൂടി തന്നെ നടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ജയതോൽവികളൊന്നും തന്നെ, വിജയപരാജയങ്ങളൊന്നും തന്നെ BJPയെ പിന്നോട്ടടിക്കില്ല. ജയിച്ചാലും തോറ്റാലും കൃത്യമായി മത്സരിക്കുക, തങ്ങളുടെ വോട്ട് നില മെച്ചപ്പെടുത്തുക, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. നിയോഗിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായി തന്നെ നേതാക്കൾ പ്രവർത്തിക്കണമെന്നാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന താക്കീതും. 2 ഘട്ടങ്ങളിലായി 140 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് മണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ ഘടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. BJPയുടെ ക്രൗഡ് പുള്ളർ, BJPയുടെ വോട്ട് ബാങ്ക്. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ട് ഇരട്ടിയായി ഉയർത്താനുള്ള അസാധ്യ കഴിവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഒരു ഫയർ ബ്രാൻഡാക്കി തന്നെ നിലനിർത്തുന്നത്. എന്നാൽ ഇപ്പോൾ മണ്ഡലങ്ങൾ തന്നെ ശോഭയെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽ ആലപ്പുഴയിൽ മത്സരിച്ച് ശക്തമായ പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചത്, അതും KC വേണുഗോപാലുമായി. അങ്ങനെ ശക്തമായ പോരാട്ടങ്ങൾ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും കാഴ്ചവെക്കുന്ന ശോഭയ്ക്ക് വേണ്ടി 6 മണ്ഡലങ്ങളാണ് കാത്തിരിക്കുന്നതെന്നാണ് നിലവിൽ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശോഭയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത, ശോഭാ സുരേന്ദ്രനെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ നറുക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ശോഭയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ ഏറെ ആരവത്തോടുകൂടി പ്രതീക്ഷിക്കുന്നു. പാലക്കാടാകുമോ, ആലപ്പുഴയിലാകുമോ, കായംകുളത്താകുമോ, അതോ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാകുമോ? പല രീതിയിലുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. എവിടെ മത്സരിച്ചാലും BJPയുടെ വോട്ട് ശതമാനത്തിൽ ഒരു വിള്ളൽ സംഭവിക്കാതെ കുത്തനെ ഉയർത്തുന്ന ഒരു വോട്ടിംഗ് മെഷീനായി തന്നെ ശോഭ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ട് കൂട്ടുന്നതിലെ ശോഭയുടെ കഴിവ് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ശോഭയെ ഏവരും ആവശ്യപ്പെടുന്നതിനുള്ള കാരണവും. ആലപ്പുഴ ജില്ലയിൽ മാത്രം 4 മണ്ഡലങ്ങളാണ് ശോഭയെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തിനടുത്ത് അരൂർ മുതൽ കൊല്ലത്തിനടുത്തുള്ള ഹരിപ്പാട് വരെയുള്ള മണ്ഡലങ്ങളിൽ ശോഭയ്ക്ക് വേണ്ടി വിലപേശൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, അരൂർ ഇവിടങ്ങളിൽ കായംകുളം മത്സരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണെന്നുള്ള വാർത്താ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ശോഭ മത്സരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ ഘടകം ആവശ്യപ്പെടുന്നുണ്ട്. ആലപ്പുഴയിൽ എവിടെ ശോഭ ആവശ്യപ്പെട്ടാലും അവിടെ മത്സരിപ്പിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോഴും ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ശോഭയുടെ പ്രവർത്തന മണ്ഡലമാക്കിയത്, പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റിയത് ഈ ആവശ്യത്തിന് കൂടുതൽ ആക്കം പകരുന്നുണ്ട്. ഹരിപ്പാട് BJP സമർപ്പിച്ച പട്ടികയിൽ ശോഭയല്ലാതെ മറ്റാരും തന്നെയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂരിലാകട്ടെ സന്ദീപ് ജസ്പീഡിയുടെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന പേരാണ് ശോഭാ സുരേന്ദ്രൻ. കായംകുളത്തും അരൂരും കഴിഞ്ഞ തവണ BDJS ആയിരുന്നു മത്സരിച്ചതെങ്കിൽ ഇത്തവണ കായംകുളത്ത് BJP ആ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ ശോഭ തന്നെ ആയിരിക്കും 1ാം നമ്പർ കാൻഡിഡേറ്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭയുണ്ടാക്കിയ ആ ഒരു മുന്നേറ്റം, ശോഭയുടെ ആ ഒരു ഓളം, അതുതന്നെയാണ് ജില്ലാ ഘടകങ്ങൾ ഏറ്റവും അധികം ശോഭയെ ആവശ്യപ്പെടാനുള്ള കാരണമായി പറയുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിലാകണം, ആലപ്പുഴ ജില്ലയിൽ തങ്ങളുടെ മണ്ഡലത്തിലാകണം എന്നുള്ള ആവശ്യമാണ് ജില്ലാ നേതൃത്വം നിലവിൽ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 ഡോക്ടർ KS രാധാകൃഷ്ണന് 1,87,729 വോട്ട് ലഭിച്ചപ്പോൾ 2024 ശോഭ ആ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഇതിനെ 1,00,000-ലധികം വോട്ട് കൂട്ടാനുള്ള ഒരു വലിയ വോട്ടിംഗ് മെഷീനാക്കി മാറ്റിയിരുന്നു. 1,87,000 സ്ഥാനത്ത് ശോഭ നേടിയത് 3,00,000-നടുത്ത് വോട്ടുകളാണ്. കൃത്യമായി പറഞ്ഞാൽ 2,99,648 വോട്ടുകൾ. ഇനി
ആലപ്പുഴയിലെ കാര്യം മാത്രമല്ല, ഇതിനു മുൻപ് ശോഭ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാലക്കാടായിക്കൊള്ളട്ടെ, കഴക്കൂട്ടത്തായിക്കൊള്ളട്ടെ, ശോഭ എവിടെയൊക്കെ കാലുകുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അഭൂതപൂർവമായ നേട്ടം തന്നെയാണ് ആറ്റിങ്ങലിലടക്കം സംഭവിച്ചിട്ടുള്ളത്. 2021 കഴക്കൂട്ടത്ത് മാത്രമാണ് മുൻ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയേക്കാൾ നേരിയ തോതിലുള്ള ഒരു വ്യത്യാസം സംഭവിച്ചത്. 2016 പാലക്കാട് 40,000-ത്തിലധികം വോട്ട് നേടി 2ാം സ്ഥാനത്തെത്താൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അവിടെ മത്സരിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശോഭ എത്തണമെന്ന് പറയുന്നു. പക്ഷേ പാലക്കാട് നിലവിൽ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ കൃഷ്ണകുമാറും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഏറെയുണ്ട്. ശോഭയെ പരിഗണിക്കാനായി മറ്റു പല മണ്ഡലങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ശോഭയെ വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലോ അതല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ എത്തിക്കണമെന്നുള്ള ഒരു വാശി കൂടിയാണ് സംസ്ഥാന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. വട്ടിയൂർക്കാവാണ് തെക്കൻ ജില്ലകൾ പറയുമ്പോൾ തിരുവനന്തപുരത്തെ A ക്ലാസ് മണ്ഡലമായ ശ്രദ്ധേയമായ മണ്ഡലമായിട്ടുള്ള വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമുക്കറിയാവുന്നതാണ്, തിരുവനന്തപുരം ശാസ്തമംഗലം കൗൺസിൽ കൂടിയായിട്ടുള്ള മുൻ DGP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ മത്സരിപ്പിച്ചേക്കും എന്നുള്ള കാര്യം. അക്കാര്യം ശ്രീലേഖ അടക്കം നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ പോലും വട്ടിയൂർക്കാവിൽ നിലവിൽ G കൃഷ്ണകുമാറിനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് ശ്രീലേഖയുടെ പേര് വരുന്നത്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കൂടി വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നു എന്ന് പറയുന്നത്. നേരത്തെ കുമ്മനം രാജശേഖരൻ അടക്കം മത്സരിച്ച ഈ മണ്ഡലത്തിൽ ഇത്തവണ ഉറപ്പായും BJPക്ക് സീറ്റ് കിട്ടും, BJPക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ കൂടിയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശോഭയെ തന്നെ എത്തിച്ച് റെക്കോർഡ് വോട്ട് ബാങ്ക്, റെക്കോർഡ് വോട്ടിംഗ് രേഖപ്പെടുത്തി റെക്കോർഡ് വിജയത്തിൽ മത്സരിച്ച് കയറണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും ശോഭയുടെ അഭിപ്രായം എന്തായിരിക്കും, അതിനുകൂടി പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭയെ സംബന്ധിച്ച് ഇതുവരെ മത്സരിച്ച ഏതെങ്കിലും ഒരു കളത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതലൊരു മേൽക്കൈയാകും എന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് ഇതുവരെയും ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും താൻ ഇതുവരെ മത്സരിച്ച മണ്ഡലങ്ങളിൽ തനിക്ക് കൃത്യമായൊരു ചിന്താഗതിയുണ്ട്, ഒരു വോട്ട് പാറ്റേണിനെ കുറിച്ചുള്ള ഒരു അവബോധമുണ്ട്. അതനുസരിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടി മത്സരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഉറപ്പായും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ശോഭയും കണക്കുകൂട്ടുന്നത്. പ്രാദേശിക തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ച് 2-3 പേരുകളായിരിക്കും ദേശീയ നേതൃത്വത്തിന് നിലവിൽ കൈമാറുന്നത്. അന്തിമ തീരുമാനം ദേശീയ നേതൃത്വം തന്നെയായിരിക്കും കൈക്കൊള്ളുക. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെ ദേശീയ നേതൃത്വം വളരെ സീരിയസ് എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തെ നോക്കിക്കാണുന്നത്, വരുന്ന തെരഞ്ഞെടുപ്പിനെയും നോക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിലൊക്കെ മറ്റു പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് പ്രകാശ് ബാബു, T റനീഷ്, നവ്യ ഹരിദാസ്, MT രമേശ് എന്നിവരൊക്കെ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വട്ടിയൂർക്കാവ് ശ്രീലേഖ മത്സരിക്കുമെന്ന രീതിയിൽ ചില മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ 2 ഇടങ്ങളിൽ മത്സരിച്ച K സുരേന്ദ്രൻ ഇത്തവണ ഒരുപക്ഷെ മഞ്ചേശ്വരത്തായിരിക്കും മത്സരിക്കുക. ആലപ്പുഴയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനുള്ള ഒരു സാധ്യത കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. തൃപ്പൂണിത്തറയിൽ സാബു M ജേക്കബിനെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുന്നത്. NDA കാൻഡിഡേറ്റ് എന്ന രീതിയിൽ കിഴക്കമ്പലത്തെ വേരോട്ടം തൃപ്പൂണിത്തറയിലേക്ക് കൂടി പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഒരു ശ്രമം നടത്തുന്നത്. എന്തായിരുന്നാലും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് സാബു M ജേക്കബ് പറയുന്നെങ്കിൽ പോലും മറ്റ് ഏതെങ്കിലും കരുത്തരായ ഒരു നേതാവിനെ തന്നെയായിരിക്കും 2020 നിന്നായിരിക്കും അവിടെ പരിഗണിക്കുക എന്നാണ് സൂചന കിട്ടുന്നത്. മലമ്പുഴയിൽ C കൃഷ്ണകുമാറിനുള്ള സാധ്യതയാണ് കൂടുന്നത്. പാലക്കാട് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നെങ്കിൽ പോലും പ്രശാന്ത് ശിവൻ്റെ തട്ടും അത് വലിയ തോതിൽ തന്നെയാണ് താണു നിൽക്കുന്നത്. പ്രശാന്ത് ശിവനെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇനി മറുഭാഗത്ത് കോൺഗ്രസും ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടത്താൻ പോകുന്നത്. 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനോടകം തന്നെ തയ്യാറാക്കി സ്ക്രീനിംഗ് കമ്മിറ്റി. സിറ്റിംഗ്, സംവരണ മണ്ഡലങ്ങൾ, ഒറ്റ പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത്. സംവരണ സീറ്റുകളിൽ ധാരണയിലെത്താൻ കൊടിക്കുന്നിൽ സുരേഷ് MP സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള മധുസൂദനൻ മിസ്ത്രി ഇന്ന് കൂടിക്കാഴ്ചയും നടത്തുമെന്ന സൂചന നേരത്തെ വന്നിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം VD സതീശൻ്റെ യാത്രയ്ക്ക് ശേഷം മതിയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ല എങ്കിൽ ആ യാത്രയുടെ ശോഭ മങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ മാസം 22-ന് ചേരുന്ന യോഗത്തിന് ശേഷം ആദ്യഘട്ട പട്ടിക തയ്യാറാക്കിയ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് കൈമാറും. തീരുമാനമാകും. ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അടുത്ത ആഴ്ച തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും.
സിറ്റിംഗ് എം എൽ എമാരും എന്തായിരുന്നാലും മത്സരിച്ചിരിക്കും. പാലക്കാടും തൃപ്പൂണിത്തറയിലും മാത്രമാണ് സിറ്റിംഗ് എം എൽ എമാർ മാറുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ ബാബു ഇത്തവണ മത്സരരംഗത്തേക്കില്ല എന്നുള്ള സൂചന നൽകി കഴിഞ്ഞു. ഇനി ഏവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായിരിക്കും ഒരുപക്ഷേ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. മലമ്പുഴയിലാകട്ടെ VS അച്യുതാനന്ദൻ്റെ മുൻ PA ആയിട്ടുള്ള A സുരേഷിനെ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ ആ നീക്കത്തിന് തടയിടാനായി CPM പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. VSന്റെ മകനെ തന്നെ അവിടെ മത്സരരംഗത്തേക്ക് ഇറക്കിയാലോ എന്ന രീതിയിൽ ചില സാധ്യതകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അരുൺകുമാറിൻ്റെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയുക തന്നെ.